രത്നരാജിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് കുറച്ച് വലിയ പയറില്ലേ, വൻപയർ എന്നൊക്കെ പറയുന്ന സാധനം വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ രാവിലെ പച്ച വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പോൾ കുതിർന്ന് കഴിഞ്ഞത് ഇപ്പോഴാണ് കുതിർന്നപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഉലർത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ ഇത്തിരി കടുക് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഉഴുന്നുപരിപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത്തിരി ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിതാ ഇത്തിരി കുറച്ച് തേങ്ങയുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കാം. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പയറിട്ട് കൊടുക്കാം. ഈ പയറും ഇട്ട് ഇതൊന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് പയർ തോരത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. എല്ലാവരും കഴിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇത് വെള്ളത്തിരി ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വെള്ളം വറ്റിക്കുന്നുണ്ട്. വെള്ളത്തിരി ഇരുന്നാലും കുട്ടികൾക്ക് കഴിക്കുമ്പോൾ അതിൽ ചോറിൽ കൂട്ടി കഴിക്കുമ്പോൾ പാകമായിരിക്കും. പിന്നെ ഒരു അച്ചാർ വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ മുട്ട പൊരിച്ച സ്കൂളിലേക്ക് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ വേറെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടോ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തോരനാണിത്. ഇത് ഏറ്റവും നല്ലതാണ്. വേണമെങ്കിൽ പച്ചമുളക് ഇടാം. ഞാൻ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല, വെറുതെ വറ്റൽമുളകും പിന്നെ ഇത്തിരി മുളക് പൊടിയാണ് ഇട്ടത്. ഇതൊന്ന് വലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലാക്കിയിട്ട് ചോറിൽ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ പപ്പടമോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് കഴിക്കാമല്ലോ. ഓരോ ദിവസം മാറി ചിലപ്പോൾ തക്കാളി ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ പിന്നെ എളുപ്പമുള്ള സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തിട്ട് വെറുതെ കടുക് വറുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. മീനും പിന്നെ നോൺ വെജ് ഒന്നും കൊടുക്കാതിരിക്കുക നല്ലത് സ്കൂളിലേക്ക് പോകുമ്പോൾ. അതൊക്കെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് കഴിക്കാമല്ലോ, അല്ലെങ്കിൽ രാവിലെ വേണമെങ്കിൽ രാവിലെ കഴിച്ചിട്ട് പോകാതിരിക്കുക നല്ലത്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും മുടക്കരുത്. അത് മുടക്കുമ്പോഴാണ് കുറേ കഴിയുമ്പോൾ കുടലിന് അസുഖങ്ങളും അതും ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മുടക്കാനേ പാടില്ല, കുറച്ചെങ്കിലും കഴിപ്പിക്കണം തീർച്ചയായിട്ടും. Okay, thank you so much. Thanks for watching my video.